അപ്പോൾ x is a function of t as well as y is also a function of t. അപ്പം z ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിനെയും വൈനെയും, ആ എക്സും വൈയും വീണ്ടും മറ്റൊരു വേരിയബിൾ ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം ഇനി നമുക്ക് ഇസഡിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പം ഇസഡ് ഡയറക്റ്റ് ഹലോ എക്സ്ക്യൂസ് മീ മാം, ഒരാൾ കേറുണ്ട്. ശരി നോക്കാം. അപ്പം z depends on x and y and this x and y again depends on a single variable t. അപ്പം നമുക്ക് ഇനി ഡെറിവേറ്റീവ് ഓഫ് z ആണ് കണ്ടുപിടിക്കേണ്ടത്. In order to find out the derivative of z, അപ്പം z directly or indirectly depends on t ആണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്, അപ്പം instead of partial derivative here we can take the total derivative. കാര്യം z ഇപ്പം ടീനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ dz by dt. Now dz by dt is equal to z ആദ്യമേ ഡിപ്പെൻഡ് ചെയ്തത് എക്സിനെയും വൈനെയും. അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആദ്യം എടുക്കുന്നു, ഡോ z by ഡോ എക്സ്, ആൻഡ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് t, so dx by dt plus again partial derivative of z with respect to y into the corresponding total derivative. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു വേരിയബിൾ ഒന്നിൽ കൂടുതൽ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ആ പർട്ടിക്കുലർ വേരിയബിൾ വീണ്ടും ഒരു വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കേസാണ് ഈ പറഞ്ഞത്. ഇനി ഇത് തന്നെ വീണ്ടും ഒരുപാട് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ, സപ്പോസ് z depends on x1, x2, etc., xn, and these n variables again depends on another variable t. അങ്ങനെ വരുമ്പോഴും ഫോമിലേക്കകത്ത് നമുക്ക് ചേഞ്ച് വരുന്നില്ല, ഇത് തന്നെ മതി. അപ്പൊ നമുക്ക് ആ സമയത്തിൽ എടുക്കുന്നത് dz by dt തന്നെയാണ്. ഒരു സെക്കൻഡ്, എഴുതിക്കൊള്ളാം. നോട്ട് പറഞ്ഞു തന്നിട്ട് ബാക്കി പറയാം ഞാൻ. Write down please. Total derivative and chain rule. Total derivative and chain rule. Let z be a function of x and y. Let z be a function of x and y, and x is a function of t. That is, x is equal to g of t and y is equal to h of t. Then z directly or indirectly, when z directly or indirectly depends on t. Therefore, derivative of z with respect to t, derivative of z with respect to t, that is dz by dt. dz by dt is equal to dou z by dou x into dx by dt plus dou z by dou y into dy by dt. And again let z be a function of, let z is equal to excuse me ma'am. Yes. Ma'am, ആൾക്കാർ കയറാനുണ്ടേ. ഒരുപാട് പേരുണ്ടോ? ഇവര് സമയത്തൊന്നും കയറണ്ടേ? ഐശ്വര്യയും പിന്നെ ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല മാം. ഓക്കെ, ഐശ്വര്യ അനിൽ നായർ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, വേറെ ആരെയും ഞാൻ കണ്ടില്ല. ഓക്കെ, ഓക്കെ മാം, ഓക്കെ. I will admit her.
Z is equal to f of x1 comma x2 comma etc. xn and x1 x2 write down let Z is equal to f of x1 x2 etc. xn and x1 x2 etc. x1 comma x2 comma etc. xn are functions of t. Then dz by dt, which is equal to partial derivative of z with respect to x1 into dx1 by dt. ഇവിടെ നിങ്ങൾക്ക് പാർഷ്യലോ ടോട്ടലോ ഏത് വേണമെങ്കിലും എഴുതാം. കാര്യം x1 x2 എക്സെട്ര ടിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് രണ്ടായാലും ഇവിടെ ഒന്ന് തന്നെയാണ്. either it is partial or total. നമുക്കത് ബോധോടല്ല. അപ്പം into dx1 by dt plus partial derivative of z with respect to x2 into dx2 by dt plus etc. partial derivative of z with respect to xn into dxn by dt. ഇതാണ് ഒരു വേരിയബിൾ n വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ആ n വേരിയബിളും വീണ്ടും ഒരൊറ്റ വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തപ്പോൾ ഉള്ള കേസ്. ഇനി നമ്മൾക്ക് അടുത്ത ഒരു കേസ് കൂടെ എക്സിസ്റ്റ് ചെയ്യാം. അതായത് ഈ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഈ n വേരിയബിൾസ് വീണ്ടും അടുത്ത n വേരിയബിൾസിനെ ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ t1 t2 എക്സെട്ര tn ആണ് എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ് എഴുതണം. ഇത് എഴുതിയല്ലോ. നെക്സ്റ്റ് റൈറ്റ് ഡൗൺ. Let z be a function of x1 x2 etc. Let z be a function of x1 x2 etc. xn. മാം മാർട്ടിൻ കയറാൻ ട്രൈ ചെയ്യണമെന്ന് പറയണോ? മാർട്ടിൻ എന്ത് പറ്റി താമസിച്ചു പോയത്? കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഓക്കെ നോക്കട്ടെ. Yes. Perilo, let z depends on x1 x2 etc. xn and x1 x2 etc. xn depends on t1 t2 etc. tn. Then dz by dt. dz by dt എല്ലാ കാര്യം ഒരുപാട് വേരിയബിൾസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് യു നീഡ് ദി ടോട്ടൽ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഡോ z by ഡോ tj. ജനറൽ ടേം ആണ് പറയുന്നത്. ഡോ z by ഡോ tj is equal to ഡോ z by ഡോ xj അല്ലെങ്കിൽ ഡോ xi into ഡോ xi by ഡോ tj. അപ്പം ഒരു വേരിയബിൾ മാത്രമായ പറ്റില്ലല്ലോ. ഡോ z by ഡോ x1 into ഡോ x1 by ഡോ tj plus ഡോ z by ഡോ x2 into ഡോ x2 by ഡോ tj plus etc. plus ഡോ xn by ഡോ tj into തിരിച്ചു വരും.
dou z by dou xn into dou xn by dou tj. ഇതാണ് ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു വേരിയബിൾ ഒന്നിൽ കൂടുതൽ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ആ ഒന്നിൽ കൂടുതൽ വേരിയബിളുകളെല്ലാം ഒരേ ഒരു വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തപ്പോഴാണ് ആദ്യം എഴുതിയ റിലേഷൻ. ഇനി ഇവിടെ നമ്മൾ എടുത്തതെന്ന് പറയുന്നത് ഈ ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ n വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുകയും അടുത്ത ഈ n വേരിയബിൾസ് വീണ്ടും മറ്റ് n വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴുള്ള കേസാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി അതിന്റെ പ്രോബ്ലംസ് ഇത് ഇത്ര എഴുതിയല്ലോ. ഹലോ പ്ലീസ് എഴുതി. Yes, ma'am. now take the question. Question ചെയ്യുമ്പോൾ മാത്രമേ ഇത് ക്ലിയർ ആവുള്ളൂ. Let z is equal to x square plus y square, where x is equal to a cos t and y is equal to b sin t. Find dz by dt in terms of t. Find dz by dt in terms of t. The question is z is equal to, z is a function of x and y, z is equal to x square plus y square, and x is a function of t as well as y is also a function of t, and it is asked to find the derivative of z with respect to t in terms of t. അപ്പം നമ്മളുടെ ഫോർമുല അനുസരിച്ചിട്ട് dz by dt by dt is equal to z ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് x നെ. അപ്പൊ dou z by dou x and x is a function of t, so into dx by dt plus again z depends on y, so dou z by dou y into dy by dt. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dou z by dou x എന്ന് പറയുന്നത് 2x dx by dt, x is equal to a cos t, then dx by dt is equal to minus a sin t plus dou z by dou y, that is 2y into dy by dt എന്ന് പറയുമ്പോൾ b cos t. Now substituting, കാര്യം in terms of t യിലാണ് നമുക്ക് സൊല്യൂഷൻ ചോദിച്ചേക്കുന്നത്. Hence by substituting the corresponding value gives minus 2 into a sin t, again x is a cos t plus 2b cos t into y എന്ന് പറയുന്നത് b sin t, so into b sin t. ഇനി നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ which is equal to ആദ്യത്തെ ടേമില് 2a square sin t cos t plus 2b square sin t cos t. അപ്പം sin t cos t രണ്ടിനും പുറത്തേക്ക് എടുത്താൽ 2 sin t cos t എന്ന് പറയുന്നത് sin 2t ആണ്. So this can be written as b square minus a square into sin 2t, which is the required solution. Hello, is it clear? Yes, ma'am. Okay. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എഴുതണം. Take the next question. Let z is equal to, I will clear the board. Z is equal to, if z is equal to f of x minus y comma തിരിച്ച് അത് എഴുതിയത് ശരിയല്ല. I will clear it. If z is equal to f of y minus z comma z minus x comma x minus y, prove that dou u by dou x
Prove that dou u by dou x plus dou u by dou y plus dou u by dou z is equal to 0. Prove that dou u by dou x plus dou u by dou y plus dou u by dou z equal to 0. ഇതാണ് ചോദ്യം. അപ്പം z എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് z. ഡയറക്ട്ലി അത് അങ്ങനെ തന്നിട്ടില്ല, പല ഫംഗ്ഷനായിട്ട് തന്നേക്കുന്നു. അപ്പം നമ്മൾക്ക് ആദ്യമേ let z is equal to f of x1 comma x2 comma Ma'am, A. u equal to f of ആണോ? എന്താണ് u equal to f of y minus z ആണോ? z is equal to f of y minus z comma z minus x comma x minus y. u as a z as a function of x y z എന്ന് തന്നേക്കുന്നു. ക്ലിയർ ആയോ? ഓ, ഞാൻ അവിടെ എഴുതിയത് തെറ്റിപ്പോയല്ലേ, സോറി. ഡോ z ബൈ ഡോ എക്സ് ആണ്. z is equal to f of y minus z, z minus x, x minus y. Prove that dou z by dou x plus dou z by dou y plus dou z by dou അവിടെ ശരിയാവില്ലല്ലോ. ഡോ എഫ്, ഓ ഇയാൾ ചോദിച്ചത് ശരിയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഇസഡ് നമ്മൾക്കതിനെ വേറൊരു വേരിയബിൾ ആയിട്ട് കൊടുക്കാം. ലെറ്റ് ഇറ്റ് ബി ഈക്വൽ ടു ഡബ്ല്യു. ലെറ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ടേം ഇതാണ് പ്രൂഫ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഞാൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് x1 കോമ x2 കോമ x3 എന്ന് എടുത്തു. വേർ x1 is equal to y minus z, x2 is equal to z minus x, and x3 is equal to x minus y. ഇനി അപ്പോൾ w is a function of x1, x2, x3. x1, x2, x3 are functions of x, y, z. അപ്പം രണ്ടാമത് എഴുതിയ റിലേഷനാണ് നമ്മൾക്ക് വേണ്ടുന്നത്. ഒരു വേരിയബിൾ ഒന്നിൽ കൂടുതൽ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അവയും ആ വേരിയബിൾസും വീണ്ടും ഒന്നിൽ കൂടുതൽ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഹെൻസ് നമ്മൾക്ക് ഫസ്റ്റ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു ഡിപ്പെൻഡ്സ് ഓൺ x1, x2, x3 ആണ്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ x1 ആൻഡ് x1 ഡിപ്പെൻഡ്സ് ഓൺ x. അപ്പം ഡോ x1 ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ x2 ഇൻറ്റു ഡോ x2 ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ x3 ഇൻറ്റു ഡോ x3 ബൈ ഡോ എക്സ്. ഇത് എഴുതിയത് മനസ്സിലായോ? ഹലോ ഹലോ, is it clear or not? Yes, ma'am.
നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റെസ്പോണ്ട് ഇല്ല എങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ട് പോകും. അപ്പം എനിക്ക് എന്റെ പോർഷൻ തീർക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് അതൊന്നും കൂടി പറയാവോ? ഏതാണ്? ഈ ലാസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആണോ? യെസ് മാം. ആ, നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ്. ആ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയിട്ട് തന്നേക്കുന്നു. പക്ഷേ വൈ മൈനസ് ഇസഡ്, ഇസഡ് മൈനസ് എക്സ്, എക്സ് മൈനസ് വൈ എന്നാണ്. അപ്പൊ ഞാൻ അവിടെ അവയ്ക്ക് വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു ആസ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ. അപ്പൊ ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ. ഇനി എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് പറയുന്നത് വീണ്ടും ഒന്നിൽ കൂടുതൽ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഹെൻസ് ഐ ഹാവ് ടേക്കൺ ദാറ്റ് x1 x2 etc are functions of x y z. അപ്പം നമ്മൾ ലാസ്റ്റിൽ എഴുതിയ റിലേഷൻ ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ w is a function of x1 x2 x3 and x1 x2 x3 again depends on x y z. So in order to find out the derivative of w with respect to the corresponding variables with which it depends on, അതാണ് നമ്മൾക്ക് വേണ്ടത്. അതിന് ആദ്യം ഡോ w ബൈ ഡോ എക്സ് എടുത്തു. അപ്പൊ w is a function of x1 x2 x3 ആണ്. അപ്പം ഡോ w ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ x1 x2 x3 വീണ്ടും എക്സിനെയും വൈനെയും ഇസഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം ആദ്യത്തെ റിലേഷൻ എഴുതി. അതായത് ഒരു മിനിറ്റ്, ഹലോ, ആ എന്താണ്? ഹലോ, ആ ഓക്കെ ഓക്കെ, ആ വരും. ആ മേരി, ആ ഇല്ല, ആ നീ ഒന്ന് വയ്ക്കും, നമ്മൾ വന്നിട്ട് സംസാരിക്കുക, ക്ലാസ്സിലാണ്. അപ്പം ഡബ്ല്യു ഡിപ്പെൻഡ്സ് ഓൺ എക്സ് വൈ ഇസഡ് ആണ്. അപ്പം ആദ്യം ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. അപ്പം ആദ്യം ഞാൻ എക്സിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ളത് എടുത്തു. അതാണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വൺ ഇൻറ്റു എക്സ് വൺ ഡിപ്പെൻഡ്സ് ഓൺ എക്സ് പ്ലസ് അഗെയിൻ ഡബ്ല്യു ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ടു ഇൻറ്റു അപ്പം എക്സ് ടു ഡിപ്പെൻഡ്സ് ഓൺ എക്സ് എക്സെട്ര. മനസ്സിലായോ? ഹലോ, ഈ ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഹലോ, ആ ലാസ്റ്റ് സ്റ്റെപ്പിലുണ്ടല്ലോ, ഏതാണ് ആ സ്റ്റെപ്പ്? പ്ലസിന് ശേഷം എനിക്ക് അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുമ്പുള്ള ടൈം പറ മാം. ആ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വൺ ഇൻറ്റു ഡോ എക്സ് വൺ ബൈ ഡോ എക്സ്, അത് മനസ്സിലായി. ഡോ ഡബ്ല്യു പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ടു ഡോ എക്സ് ടു ബൈ ഡോ വൈ എന്നാണല്ലോ വരേണ്ടത്. ഡോ എക്സ് അല്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എൽ എച്ച് എസ് നോക്കണം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആണ്. അപ്പം ആ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീയെ വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെതല്ലേ ആദ്യം നോക്കേണ്ടത്. വീണ്ടും മനസ്സിലായോ? സിമിലർലി സിമിലർലി ഡോ ഡബ്ല്യു ബൈ ഡോ വൈ which is equal to dou w by dou y into dou y by dou അല്ല dou w by dou y ആണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ അവിടെ വരേണ്ടത് dou w by dou w again depends on x1 and this x1 depends on y plus dou w by dou x2 into x2 depends on y plus dou w by dou x3 into x3 with respect to y. ഇത് സിമിലർലി dou w by dou z അത് തന്നെ വരും. അതിപ്പോ എനിക്ക് ഇവിടെ എഴുതാൻ സ്പേസ് ഇല്ല. അപ്പൊ ഞാൻ ഇത് ക്ലിയർ ചെയ്യട്ടോ? ഹലോ, ഇതുവരെ നിങ്ങൾ എഴുതിയെടുത്തോ? ഹലോ, similarly dou w by dou z which is equal to dou w by dou x into dou x by dou z plus dou w by dou
x അല്ല x1 ആണ്. ഡോ x1 ബൈ ഡോ z പ്ലസ് ഡോ w ബൈ ഡോ x2 ഇൻറ്റു ഡോ x2 ബൈ ഡോ z പ്ലസ് ഡോ w ബൈ ഡോ x3 ഇൻറ്റു ഡോ x3 ബൈ ഡോ z. ഇത് ഇത്രയും കിട്ടി. ഇനി നമ്മൾക്ക് കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ്സ് വേണം. അപ്പം ആദ്യം ഡോ x1 ബൈ ഡോ x. ഇനി x1 നമ്മൾ എടുത്തത് എന്തായിരുന്നു? x1 എന്ന് എടുത്തത് y മൈനസ് z ആണ്. സോ x1ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x 0. മനസ്സിലായോ? സിമിലർലി ഡോ x2 ബൈ ഡോ x. ഡോ x2 ബൈ ഡോ x എന്ന് പറയുമ്പോൾ -1 ആൻഡ് ഡോ x3 ബൈ ഡോ x എന്ന് പറയുമ്പോൾ +1. സിമിലർലി ഡോ x2 ബൈ ഡോ y. x2 എന്ന് പറയുന്നത് z മൈനസ് x ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു y എടുക്കുമ്പോൾ ഡോ x2 ബൈ ഡോ y 0. ആദ്യം ഡോ x1 വേണ്ടേ? ഡോ x1 ബൈ ഡോ y. ഡോ x1 ബൈ ഡോ y എന്ന് പറയുമ്പോൾ 1. ഇനി ഡോ x1 ബൈ ഡോ z എന്ന് പറയുമ്പോൾ -1. അഗൈൻ ഡോ x3 ബൈ ഡോ x. x3 എന്ന് പറഞ്ഞത് എന്തായിരുന്നു എടുത്തിരുന്നത്? x3 is x മൈനസ് y. അപ്പം ഡോ x3 ബൈ ഡോ x, ഡോ x3 ബൈ ഡോ x എന്ന് പറയുമ്പോഴത്തേക്കും 1. ഡോ x3 by ഡോ y is -1 and ഡോ x3 by ഡോ z is equal to 0. ഈ എഴുതിയിരിക്കുന്ന 9 ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അതായത് നമ്മൾക്ക് x1, x2, x3 എന്ന് പറയുന്ന വേരിയബിൾസ് x, y, z ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ x1 എന്ന് പറയുന്നത് y മൈനസ് z ആണ്. അപ്പം x1 വിത്ത് റെസ്പെക്ട് ടു yക്കും z മാത്രമേ നമ്മൾക്ക് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം 0 ആണ്. അപ്പൊ ഡോ x1 ബൈ ഡോ x is equal to 0. ഡോ x1 ബൈ ഡോ y എന്ന് പറയുന്നത് 1. ഡോ x1 ബൈ നമ്മൾ എഴുതിയതിൽ എന്തോ ഒരു തെറ്റുണ്ട്. അത് 2 തവണ ഡോ x3 ബൈ ഡോ x എഴുതിയിട്ടുണ്ട്. അതെ, അത് തെറ്റാത്. അവിടെ നമുക്ക് വേണ്ടുന്നത് ഡോ z ആണ് അല്ലേ? ഡോ x1 ബൈ ഡോ x3 ബൈ ഡോ z അല്ലേ വേണ്ടുന്നത്? ഡോ x1 ബൈ ഡോ z. അപ്പൊ ഡോ x3 ബൈ ഡോ z എന്ന് പറയുമ്പോഴത്തേക്കും 0. അതിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് ഡോ x1 ബൈ ഡോ z അല്ലേ? അതെ, എന്തോ ഒരു മിസ്റ്റേക്ക് എഴുതിയ സംഭവിച്ചു. ഡോ x3 ബൈ ഡോ x1 ബൈ ഡോ x വന്നിട്ടുണ്ട്. ഡോ x1 ബൈ ഡോ y വന്നിട്ടുണ്ട്. ഡോ x1 ബൈ ഡോ z വന്നു. അത് മൂന്നും വന്നിട്ടുണ്ട്. ഡോ x2 ബൈ ഡോ x, ഡോ x2 ബൈ ഡോ y, ഡോ x2 ബൈ ഡോ z ആണ് വേണ്ടത് അല്ലേ? ഞാനത് മായ്ക്കാം, മൊത്തത്തിൽ കളയാം. ഡോ x1 ബൈ ഡോ x, ഡോ x1 ബൈ ഡോ y വന്നിട്ടുണ്ടാവുണ്ട്. ഡോ x1 ബൈ ഡോ z വന്നു. ഇനി ഡോ x2 ബൈ ഡോ x, ഡോ x2 ബൈ ഡോ y, ഡോ x2 ബൈ ഡോ z വന്നില്ല. ഡോ x2 ബൈ ഡോ z. x2 എന്ന് പറയുന്നത് എന്തായിരുന്നു? x2 എന്ന് പറയുന്നത് z മൈനസ് x ആണ്. അപ്പം ഡോ x2 ബൈ ഡോ z എന്ന് പറയുമ്പോൾ 1. ഇനി ഡോ x3 ബൈ, അപ്പം ഡോ x2 ബൈ ഡോ x, ഡോ x2 ബൈ ഡോ y, ഡോ x2 ബൈ ഡോ z അത് ഓക്കെ ആയി. ഇനി അടുത്ത് നമ്മൾക്ക് വേണ്ടുന്നത്, ഇനി ഏതാണ് വേണ്ടുന്നത്? ഡോ x2 ബൈ x1 എടുത്തോ? എടുത്തില്ല. ഡോ
x2 by dou x, dou x2 by dou y, dou x1 by dou x, dou x1 by dou y, dou x1 by dou z എടുത്തു. ഇനി dou x3 by dou x, dou x3 by dou y, dou x3 by dou y എന്ന് പറയുന്നത് എന്താണ്? dou x3 by dou y എന്ന് പറയുമ്പോൾ -1. ഇനി dou x3 by dou z, dou x3 by dou z is equal to 0. ഇനി കറക്റ്റ് ആണോ നോക്കിയേ? 9 ഡെറിവേറ്റീവ്സും അവിടെ വന്നല്ലോ. dou x1 by dou x, dou x1 by dou x1 by dou y, അതെവിടെ? dou x1 by dou y, yes, dou x1 by dou z, അത് മൂന്നും വന്നു. dou x2 by dou x, dou x2 by dou y, dou x2 by dou z, അത് മൂന്നും വന്നു. dou x3 by dou x, dou x3 by dou y, dou x3 by dou z. ഓക്കെ, അപ്പം അതെല്ലാമായി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹെൻസ് dou w by dou x, ആ dou w by dou x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ടേംസ് പറഞ്ഞു തരണം. നിങ്ങൾ എഴുതിയതുണ്ടല്ലോ. ഡോ സ്ക്വയർ അല്ലത് ഡോ w ആണ്. ഡോ w by dou x, ഡോ w by dou x ന്റെ കറസ്പോണ്ടിങ് ടേംസ് പറയണം. ഡോ w by dou x എന്ന് പറയുമ്പോൾ ഡോ w by dou x1 ഇൻറ്റു ഡോ x1 by dou x, അപ്പം അത് 0. ആദ്യത്തെ ടേം 0 പ്ലസ് അടുത്ത് വരുന്നത് എന്താണ്? ഡോ w by dou x2 ഇൻറ്റു ഡോ x2 by dou x, അപ്പം -1 ഇൻറ്റു ഡോ w by dou x2 പ്ലസ് അടുത്ത ടേമിൽ വരുന്നത് എന്താണ്? പ്ലസ് ഡോ w by dou x3 ഇൻറ്റു ഡോ x3 by dou x. ഡോ x3 by dou x എന്ന് പറയുന്നത് 1. അപ്പോൾ ഡോ w by dou x3 അതാണല്ലോ. ഹലോ, പ്ലീസ് റെസ്പോണ്ട് ടു മീ. Yes, ma'am. Yes, ma'am. ഇനി അടുത്ത ഡോ w by dou x നുള്ള ടേംസ് പറയണം. ഡോ w by dou x ഉള്ള ടേംസ് എന്തൊക്കെയാണ്? Dou w by dou y അല്ലേ മാം? സോറി ഡോ w by dou y. ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ, സ്പേസ് കുറവ്, അതാണ്. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടല്ലോ. ഇനി എന്താണ്? നെക്സ്റ്റ് പേജിലോട്ട്. ഓക്കെ, ഉണ്ട്, ഞാൻ കണ്ടു ഓപ്ഷൻ, ഞാൻ കണ്ടു. ഇനി നെക്സ്റ്റ് ടൈം തൊട്ടത് മാറ്റാം. ഞാൻ അത് ആദ്യം ഒന്ന് പഠിച്ചോട്ടെ, ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളത്. ഓക്കെ, ഡോ w by dou y. ഇനി ഡോ w by dou y ക്കുള്ള ടേംസ് എന്ന് പറഞ്ഞേ. ആദ്യം ഡോ w by dou x1, ഡോ w by dou x എന്ന് പറയുന്നത് 1. അപ്പം ഡോ w by dou x1 ഇൻറ്റു 1 പ്ലസ് അടുത്ത ടേമിൽ എന്ത് വരും? ഡോ w by dou x2 ഇൻറ്റു ഡോ x2 by dou y. ഡോ x2 by dou y എന്ന് പറയുന്നത് 0 ആണ്. അപ്പം അത് വാനിഷ് ആയി. പ്ലസ് ഡോ w by dou x3 ഇൻറ്റു ഡോ x3 by dou y. ഡോ x3 by dou y എന്ന് പറയുന്നത് -1 ഇൻറ്റു ഡോ w by dou x3. ഓക്കെ, സിമിലർലി ഡോ w by dou z, ഡോ w by dou z എന്ന് പറയുമ്പോഴത്തേക്കും ഡോ w by dou x1 ഇൻറ്റു ഡോ x1 by z, അപ്പം അതൊരു -1 ആണ്. സോ -1 ഇൻറ്റു ഡോ w by ഡോ x1. അടുത്ത ടേം എന്ന് പറയുന്നത് ഡോ w by dou x2 ഇൻറ്റു ഡോ x2 by dou z, അത് +1. അപ്പൊ പ്ലസ് ഡോ w by dou x2, അടുത്ത ടേം 0 ആണല്ലോ. ഇനി ഇവ മൂന്നും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? പ്ലീസ് ആഡ് ഇറ്റ്. ഡോ w by dou x പ്ലസ് ഡോ w by dou y പ്ലസ് ഡോ w by dou z എന്ന് പറയുന്നത് which is equal to, അത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡോ w by dou x3 ആദ്യത്തെ ടേം, ഡോ w by dou x3 മൈനസ്
dou w by dou x2 plus dou w by dou x അല്ല അത് മൈനസ് അല്ലേ, അത് മൈനസ് വരും. dou w by dou x3 minus dou w by dou x2. അടുത്ത ടേമില് dou w plus dou w by dou x1 minus dou w by dou x3. അടുത്ത ടേമില് plus dou w by dou x2 minus dou w by dou x1. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 0 കിട്ടിയോ? ഹലോ, കിട്ടി മാം. Yes, ma'am. Yes, Yes, ma'am. ma'am. Yes, ma'am. കിട്ടി. അപ്പൊ അത് ക്ലിയർ ആയോ? ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നാൽ സ്വന്തമായി ഒന്ന് ചെയ്ത് നോക്കുവോ? ഹലോ, ഓക്കെ മാം. Yes, ma'am. We will do it. ആ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി പോകാം. If u is equal to f of x by y, if u is equal to f of x by y, comma y by z, comma z by x, prove that x dou u by dou x plus y dou u by dou y plus z dou u by dou z equal to 0. മാം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാവോ? If u is equal to f of x by y, u is equal to f of x by y, comma y by z, comma z by x, prove that x dou u by dou x dou u by dou x plus y dou u by dou y plus z dou u by dou z equal to 0. ഇവിടെ ചെയ്ത അതേ സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പം അതൊന്ന് സ്വന്തമായി ചെയ്ത് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇടണം. If z equal to f of x y, if z is equal to f of x y, where x is equal to e raised to u cos v and y is equal to e raised to v അല്ല v അല്ല, അതും e raised to u sin v. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണേ. x is equal to e raised to u cos v and y is equal to e raised to u sin v. Show that x into partial derivative of f with respect to v, x plus y into partial derivative of f with respect to u is equal to e raised to 2u partial derivative of f with respect to y. എഴുതിയോ? Yes, ma'am. ഓക്കെ,
അപ്പം ഇവിടെ നമ്മൾക്ക് x is a function of u and v, y is also a function of u and v. z എന്ന് പറയുന്നത് x ന്റെയും y യുടെയും ഫംഗ്ഷൻ. ആ x ഉം y ഉം v ഉം രണ്ട് വേരിയബിളുകളെ മാത്രം വീണ്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പം f യഥാർത്ഥത്തിൽ എത്ര വേരിയബിളിനെ അപ്പം ഡിപ്പെൻഡ് ചെയ്യും? ആക്ച്വലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 4 വേരിയബിൾസ്. ഓക്കെ, അതാണ് ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിന്റെ ഡെറിവേറ്റീവ്സ്, അപ്പം ഡോ എഫ് ബൈ ഡോ വി, ഡോ എഫ് ബൈ ഡോ യു, ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഇവയെല്ലാം നമ്മൾക്ക് കണ്ടുപിടിക്കണം. അതിന് നോക്കുക. അപ്പൊ സിൻസ് x is equal to e raised to u cos b and y is equal to e raised to u sin b, ഇതാണ് ഉള്ളത്. അപ്പം അതിന്റെ കറസ്പോണ്ടിങ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പം f is a function of x and y, ഇതാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ വി, f depends on x and y, x and y depends on u and v ആണ്. അപ്പം ആദ്യം ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് f again depends on y, so ഡോ എഫ് ബൈ ഡോ y ഇൻറ്റു ഡോ y by ഡോ v. Similarly, f depends on u, so ഡോ എഫ് by ഡോ u is equal to ഡോ എഫ് by ഡോ x into ഡോ x by ഡോ u plus ഡോ എഫ് by ഡോ y into ഡോ y by ഡോ u. ഇത് ഇത്രയുമാണ് നമുക്കിപ്പോൾ ഉള്ള സാധനം. ഇനി ഓരോ ഡെറിവേറ്റീവ്സ് ആയിട്ട് പോകാം. അപ്പോൾ ഡോ എക്സ് ബൈ ഡോ വി, ഡോ എക്സ് ബൈ ഡോ വി എന്ന് പറയുന്നത് മൈനസ് ഇ റേസ് ടു യു സൈൻ വി, ഡോ എക്സ് ബൈ ഡോ യു ഈക്വൽസ് ഇ റേസ് ടു യു cos v. Again, ഡോ y by ഡോ u, ഡോ y by ഡോ u എന്ന് പറയുന്നത് e raised to u sin v and ഡോ f by ഡോ v which is equal to e raised to u cos v. ഇത് ഇത്രയുമാണ് നമ്മൾക്കുള്ള സാധനങ്ങൾ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹെൻസ് ഡോ എഫ് ബൈ ഡോ വി which is equal to ഡോ എഫ് ബൈ ഡോ വി എന്ന് പറയുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി. അപ്പം ഇ റേസ് ടു മൈനസ് അല്ല, അവിടെ ഇ റേസ് ടു മൈനസ് യു അല്ല, മൈനസ് ഇ റേസ് ടു യു ആണ്. അതായത് ഇവിടെ ആക്ച്വലി ഇവിടെ നമുക്ക് മൈനസ് ഇല്ല, മൈനസ് ഇ റേസ് ടു യു സൈൻ വി ആണ്. ഇനി ഇവിടെ വരുമ്പോൾ എന്ത് വരും? This is minus e raised to u sin v, ഡോ എഫ് ബൈ ഡോ വിക്ക് പകരം അപ്പം ഡോ എക്സ് ബൈ ഡോ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ വി. ഡോ വൈ ബൈ ഡോ വി എന്ന് പറയുമ്പോൾ ഇ റേസ് ടു യു കോസ് വി ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ. അവിടെ താഴെ ഡോ y by ഡോ വി അല്ലേ? ഏതാണ് ഇവിടെ റൈറ്റില്? റൈറ്റ് ഇതോ? അല്ല, ഡോ എഫ് ബൈ ഡോ വി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു യു ബൈ കോസ് വി. അത് ഡോ y by ഡോ വി അല്ലേ? അല്ലല്ല, ഡോ എഫ് ബൈ ഡോ വി എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി. ഡോ എക്സ് ബൈ ഡോ വിക്ക് പകരം മൈനസ് ഇ റേസ് ടു യു സൈൻ വി റീപ്ലേസ് ചെയ്തു. എന്താണ് ബോട്ടം റൈറ്റില്? ബോട്ടം റൈറ്റ് ഈ ടേം അല്ലേ? ഈ ടേം ആണോ ഉദ്ദേശിച്ചത് അതോ ഈ ടേം ആണോ ഉദ്ദേശിച്ചത്? ആ ടേം ഇപ്പം കാണിച്ചേക്കണ.
ഡോ എഫ് ബൈ ഡോ വി അത് ഡോ എഫ് ബൈ അവിടെ എഫ് അല്ലല്ലോ വരുന്നത്, അവിടെ ഡോ വൈ അല്ലേ? ഡോ വൈ ആണ്. യെസ് യെസ് യെസ്. ഞാൻ ഓവർ റൈറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, മനസ്സിലാക്കിക്കൊള്ളുക. ഡോ വൈ ബൈ ഡോ വി. ഓക്കെ, അപ്പം ഇതായി. സിമിലർലി ഡോ എഫ് ബൈ ഡോ യു, ഡോ എഫ് ബൈ ഡോ യു എന്ന് പറയുന്നത് എന്താണ്? ഡോ എക്സ് ബൈ ഡോ യു. ഡോ എക്സ് ബൈ ഡോ യു ഇസ് ഇ റേസ് ടു യു കോസ് വി. സോ ഇ റേസ് ടു യു കോസ് വി ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഡോ വൈ ബൈ ഡോ യു എന്ന് പറയുമ്പോൾ പ്ലസ് ഇ റേസ് ടു യു സൈൻ വി. ഇ റേസ് ടു യു സൈൻ വി ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ. ഇത് രണ്ടും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. ഇത് ഇത്രയും ഓക്കെ ആണല്ലോ? ഹലോ ഹലോ. ഇനി യെസ്, ഇനി അപ്പം ആ ഡോ എഫ് ബൈ ഡോ വി എന്ന് പറയുന്ന ടേമിലെ എക്സ് കൊണ്ടും ഡോ എഫ് ബൈ ഡോ യുവിനെ ഒരു വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സും വൈ എന്ന് പറയുന്നത് ആക്ച്വലി ഇൻ ടേംസ് ഓഫ് യുവിലും വിയിലുള്ള ടേംസ്. സബ്സ്റ്റിറ്റ്യൂട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആ റിക്വയർഡ് സൊല്യൂഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതായത് ഇ റേസ് ടു യു എല്ലാ ടേമിലും കോമൺ ആയിട്ട് എടുക്കും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇ റേസ് ടു യു കൂടെ വരും. അതുകൂടി കോമൺ ആകുമ്പോൾ ഇ റേസ് ടു യു എന്ന് വരും. ബാക്കി സൈൻ സ്ക്വയർ വി പ്ലസ് കോസ് സ്ക്വയർ വി യു, സൈൻ സ്ക്വയർ യു പ്ലസ് കോസ് സ്ക്വയർ യു എന്നുള്ള ടേമിലും വരും. ആൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ടേംസിലും വരും. അവയെല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് സൊല്യൂഷൻ ആകും. സോ ട്രൈ ടു കംപ്ലീറ്റ് ഇറ്റ്. ഓക്കെ ഓക്കെ, ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഇതിന്റെ ബാക്കി നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. ഇത് നാളെ സെക്കൻഡ് അവർ അല്ലേ? യെസ്, നാളെ മിക്കവാറും അല്ല, നാളെ നിങ്ങൾക്ക് നാളെ സെക്കൻഡ് അവർ. അപ്പൊ തൽക്കാലം ഞാനിത് ക്ലിയർ ചെയ്യട്ടല്ലോ, ഇറങ്ങാമല്ലോ. ഞാൻ സ്റ്റോപ്പ് ചെയ്യണേ. സോ ട്രൈ ടു കംപ്ലീറ്റ് ഇറ്റ്. കിട്ടുന്നില്ല എങ്കിൽ യു ഹാവ് ടു ആസ്ക് മീ. So give your Thank you, ma'am. Yes, attendance തന്നിട്ട് അറ്റൻഡൻസ് പറഞ്ഞിട്ട് പോണം. നാല് പേര് ആബ്സെന്റ് ഉണ്ട്. നമ്പർ 2 ഇല്ല. 2 രാവിലെ ഉണ്ടായില്ല. 3 ഉണ്ട്, 4 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7, 8 ഇല്ല, 9 ഉണ്ട്, 10, 11, 12 പെർമനന്റ് ഇല്ലാത്തത്, 13, 14, 15, 16, 17, 18 പോയവര്, 19, 17 ഉണ്ട്. ഓക്കെ, 18, 19 പോയ ആൾക്കാർ, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 49 ഇല്ല, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66 ഇല്ല. Okay, bye. Okay. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Yes, yes. Thank you, ma'am.